നമസ്കാരം. ജ്യോതിഷ തന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവൂരൻ രാജേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സന്താന ഭാഗ്യത്തെക്കുറിച്ചൊക്കെ ഒരു പരാമർശിക്കുകയുണ്ടായി. അതിൻ്റെ ചില സംശയങ്ങൾ കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സന്താന ഭാഗ്യമുള്ളവർ കുട്ടികൾ വേണ്ട എന്ന് വയ്ക്കുന്നൊരു കാലമാണ്. പലരും, എല്ലാവരും അല്ല, പലരും. പിന്നീട് കുട്ടികളെ ഉപേക്ഷിക്കുന്ന ഒരു സംഭവങ്ങൾ പോലും നടക്കുന്നുണ്ട്. ഒന്നുകിൽ അനാഥാലയങ്ങളാക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്ന നീചപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ 2-3 വിധത്തിലാണ് ഇവർ സംഭവിക്കുന്നത്. ഒന്ന്, കുട്ടികളെ കൂട്ടാൻ താല്പര്യമില്ലാത്തവരാണ്. 2, അവരെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവിതഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയാതെ പോകുന്നതാണ് അവരുടെ വരുമാനങ്ങളും രീതികളും. 3, തൊഴിലുമായി ബന്ധപ്പെട്ടവർക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി തൊഴിൽ ചെയ്യാൻ ഒക്കാത്ത സാഹചര്യം. 4, അവരുടെ ജീവിച്ചു വന്ന രീതിയും അവർ ദമ്പതിമാർ അവർ തങ്ങളുള്ള മാനസികമായ അമർഷമോ രീതിയോ കലഹങ്ങളോ ഒന്നിക്കാൻ ഒക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ പരസ്പരമുള്ള സംശയങ്ങളും ഇങ്ങനെയുള്ള അവസ്ഥകൾ കാരണമാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ ഇല്ലാതെ അവർ ജീവിക്കണം അല്ലെങ്കിൽ ജീവിക്കാം എന്നത് അവരവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിന് പറ്റിയ രീതി നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും അവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ അത് വേണമോ വേണ്ടയോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അങ്ങനെയുള്ളവർ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർ, അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുന്നത്, മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കുമോ ഇല്ലയോ, അത് എപ്പോഴും ജനിക്കും എന്നതിനെക്കുറിച്ച് ചിലവില്ലാത്ത രീതിയിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. കാര്യം കൈരേഖയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മക്കൾ ആണോ പെണ്ണോ എത്ര മക്കൾ ജനിക്കുമോ ഇല്ലയോ. 2 പേരും കൂടെ, ദമ്പതിമാർ 2 പേരും കൂടെ വന്നാൽ 2 പേരുടെയും കൂടെ കൈ നോക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ജനിച്ചില്ല, അല്ലെങ്കിൽ അത് എപ്പോഴും ജനിക്കും, അത് ജനിക്കുന്നതിന് എന്താണ് തടസ്സം, ഇത് നമുക്ക് അറിയാൻ പറ്റും. വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ജനിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ അതിൻ്റെ നിസ്സാര കാര്യമാണ്. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. മക്കൾ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ ചികിത്സയായി ലക്ഷങ്ങളും കോടികളും മുടക്കാൻ വേണ്ടി ചികിത്സകളായി. പക്ഷേ മരുന്നിനോ കാര്യങ്ങൾക്കൊന്നും അല്ല. ജീവിതത്തിൽ ദാമ്പത്യം അവർ പൂർണ്ണമാകുക എന്നതാണ് മക്കൾ ജനിക്കുന്നതിൻ്റെ പ്രധാന ശാസ്ത്രം. അപ്പോൾ അത് ജനിക്കുന്നോ ഇല്ലെന്നുള്ളത് ഈ 2 പേർക്കും അറിയില്ല. മുൻ അനുഭവങ്ങളില്ലാത്തവരും പരിചയസമ്പന്നരും ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴും ഏത് നിലപാടിൽ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ മക്കൾ ജനിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നാൽ അവർക്കത് പൂർണ്ണമായിട്ടും കുട്ടി ജനിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ വിചാരിക്കുന്നതല്ല നടക്കുന്നത്, സമൂഹത്തിൽ നടക്കുന്നത്. പക്ഷേ അതൊക്കെ എഴുതപ്പെട്ടതാണെന്ന് നമ്മൾ എഴുതി തള്ളേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്തതിന് ശേഷം എഴുതിപ്പെട്ട് അതുകൊണ്ട് വിധിയാണ്, അതുകൊണ്ടിട്ട് അത് സംഭവിച്ചു എന്നത് തെറ്റാണ്. നമ്മൾ വിധിയെ മറികടക്കണമെന്നോ എതിർക്കണമെന്നോ ഇല്ല, അത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ പരമാവധി ദോഷങ്ങളില്ലാത്ത രീതിയിൽ ജീവിക്കാൻ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഉപേക്ഷിക്കുന്നവർ അവർക്ക് വേണ്ടെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുക, അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഏതെങ്കിലും ഭാഗത്തെ കൊണ്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സഹായിക്കുക. അപ്പോൾ ഒരു സന്നദ്ധ പ്രവൃത്തിയും കൂടെ ആവില്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടിട്ട് ഈ സമൂഹത്തെ കുറച്ചുകൂടെയൊക്കെ നേരെയാക്കിയെടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കളിപ്പോൾ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ അടുത്ത ദിവസം ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിലുള്ളവരെയും വളരെ വേണ്ടപ്പെട്ടവരെയും ഏതാണ്ട് 5 പേരെ കൊലപാതകം ചെയ്തു. അതുപോലെ പല വാർത്തകളും വരുന്നുണ്ട്. അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു. ഇത്തരം സംഭവങ്ങൾ ദിവസം പ്രതി നമ്മൾ വാർത്തകളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൂഹം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല. കാരണം മുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമുക്ക് ചോദിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചിരുന്നാലും കണ്ണടയ്ക്കുന്ന രീതിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. വേറെയും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സമൂഹത്തെയോ മറ്റുള്ള രീതിയിൽ കുറ്റം പറയാൻ ഞാനാണില്ല. പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് അവരുപയോഗിക്കുന്ന ലഹരികൾ. അപ്പോൾ പരാജയം വരും. മനുഷ്യരാകുമ്പോഴത്തേക്ക് പരാജയങ്ങളും വിജയങ്ങളും വരും. ഒരു പരാജയം ഉണ്ടെങ്കിൽ ഒരു വിജയം ഉണ്ടാകും, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാകും. അതുപോലെ ഒന്ന് വെളുത്താൾ, ഒന്ന് പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടാകും. അപ്പോൾ രാത്രി ഉണ്ടെങ്കിൽ പകലും ഉണ്ടാകും, വെളുത്തി പറ്റും. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള രക്ഷാകർത്താക്കളോ വേണം. അവരൊന്നും ഇല്ലാതെ വരുമ്പോൾ അഡിക്റ്റ് ആവുന്ന ഒരു ഭാഗത്തെ കൊണ്ട് ഒന്ന് ചെയ്തത് ഒരു ഒരു ധൈര്യം വരുത്തി നോക്കുന്നതാണ് കൂടുതൽ. ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തോന്നി ചെയ്തു. ഒന്ന് ചെയ്യുമ്പോൾ അടുത്ത ചെയ്യാനുള്ള പ്രോത്സാഹനം അത് തന്നെ ഉണ്ടാവും. എല്ലാത്തിനും ശിക്ഷ ഒന്നല്ലേ. അപ്പോൾ ഒരേ ശിക്ഷ എത്ര കൊല്ലമായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് നിരപരാധികളാണ് മരിച്ചതെന്ന് ചിന്തിക്കാനുള്ള സാധാരണ രീതിയിലുള്ള വിശേഷ ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യില്ല. അപ്പോൾ വിശേഷ ബുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് സുലഭമായിട്ട് സമൂഹത്തിൽ കിട്ടുന്നത് കൊണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നത്.
പക്ഷേ ഈ ഒരെണ്ണം നല്ല നടന്നേക്കുന്നത് ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇഷ്ടം പോലെ നടക്കും. അത് എല്ലാവരും, ഈ കാണുന്ന എല്ലാവരും അവരവരെ മക്കളെന്ന് മാത്രമല്ല, എല്ലാവരും രക്ഷാകർത്താക്കളായിരുന്നാലും ശരി, മക്കളായിരുന്നാലും ശരി, അവരവരെ തന്നെ സംരക്ഷിക്കേണ്ടയും സൂക്ഷിക്കേണ്ടയും കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാര്യം എല്ലാവർക്കും തോന്നുന്നു ഇതൊക്കെ ചെയ്താലെന്ത്, ജയിലിൽ കിടന്നാൽ അവർക്ക് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് നിസ്സാരമായി കാണുന്ന ഒരു സമൂഹം നമ്മുടെ സമൂഹത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളെ ശിക്ഷിക്കാൻ അധ്യാപകരുണ്ടായിരുന്നു. അധ്യാപകർ ചോദിക്കും, അപ്പോൾ നമുക്ക് അവരെ ഭയം. അച്ഛനും അമ്മയും ചോദിക്കും, അപ്പോൾ അവരെ ഭയം. അപ്പോൾ ജ്യേഷ്ഠനുണ്ടെങ്കിൽ ജ്യേഷ്ഠനും ഭയം. അനുജന്മാർ നമ്മളെപ്പോലെ നടക്കരുത് വിചാരിച്ചിട്ട് അനുജന്മാരെ ഭയം. സഹോദരങ്ങൾ തങ്ങളിലുള്ള പരസ്പര ബഹുമാന ഭയം. അപ്പോൾ ഇത്തരം കാലഘട്ടങ്ങളിൽ കൂടെയാണ് നമ്മൾ ഇവിടം വരെ വളർന്നു വന്നത്. പക്ഷേ ഇപ്പോഴുള്ളവർ അങ്ങനെയല്ല. കാര്യം രക്ഷാകർത്താക്കൾ എന്ന് പറയുമ്പോൾ വിദേശങ്ങളിൽ പോയി അവരവിടെ ഇരട്ടകൾക്ക് എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിച്ചും കൊണ്ട്, സുഖങ്ങൾ നഷ്ടപ്പെട്ട് ദുഃഖങ്ങൾ അനുഭവിച്ചും കൊണ്ട്, മക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബം അല്ലെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ ആ പൈസയിൽ സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ സുലഭമായി കിട്ടുകയും അവരുടെ രക്തത്തിലുണ്ടാവുന്ന തൻ്റെ ഇടം, അതായത് ഭയം മാറ്റിയെടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംഭവം ഭയത്തെ മാറ്റിയെടുക്കുന്നൊരവസ്ഥ. ഇതിന് നമ്മുടെ സമൂഹത്തിലുള്ള നിയമം അല്ലെങ്കിൽ നിയമപാലകർ പോലും അനുകൂലമോ പ്രതികൂലമോ, പക്ഷെ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. ചോദിച്ചാൽ മറ്റുള്ള എന്തിന് ചോദിച്ചു എന്നുള്ള ചോദ്യം കേൾക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത്തരം ദോഷങ്ങൾക്ക് കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ രക്ഷാകർത്താക്കളും എല്ലാ കുടുംബങ്ങളിലും അവരവർ തന്നെ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പശ്ചാത്താപം വരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ പശ്ചാത്താപത്തിൻ്റെ ഒരു കാലം അങ്ങനെ അതിൻ്റെ കാരണം ചെന്നാൽ നമുക്ക് അതിന് എടുത്തു പറയേണ്ട ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. ഒരു പശ്ചാത്താപം എന്ന് പറയുന്ന ഭാഗം ഏത് മതത്തിൽപ്പെട്ടിരുന്നാലും നമുക്ക് മേലൊന്നും ഇല്ലെങ്കിൽ ഒരു ചൈതന്യമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവാംശമുണ്ട് എന്നുള്ള ചിന്തകൾ പ്രധാനമായിട്ട്. അതിനാണ് ഈശ്വരാധീനം എന്നോ ഈശ്വര വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഈശ്വരൻ മീൻസ് അവരവരെ ഭാഷയിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ നമ്മളിപ്പോൾ എന്തൊരു തെറ്റ് ചെയ്താൽ അപ്പോൾ അല്ലെങ്കിൽ മുകളിൽ ഈശ്വരൻ ചോദിക്കും, അതുകൊണ്ട് നമ്മൾ ചെയ്തുകൂടാ എന്നൊരു ഭയം. അപ്പോൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ പോക്കോ അല്ലെങ്കിൽ പള്ളിയിൽ പോക്കോ അല്ലെങ്കിൽ ഈ ചർച്ചിൽ പോക്കോ ഉള്ള ആ കാലഘട്ടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ മനസ്സിൽ കുറ്റബോധം തോന്നും. അപ്പോൾ ആ ഒരു ചോദ്യം, അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധത്തിൽ നിന്ന് അവർ നമ്മളെ ശിക്ഷിക്കും, അല്ലെങ്കിൽ മരിച്ചാലും നമുക്കിങ്ങനെ ശിക്ഷ കിട്ടുമെന്നുള്ള ആ ഭയപ്പാടിൽ കൂടെ അവർ സ്വയം തിരുത്തും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരും അമ്പലങ്ങളിൽ പോകാതെയും പള്ളികളിൽ പോകാതെയും ചർച്ചിൽ പോകാതെയും ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള മിഥ്യാധാരണയിൽ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായ അവസ്ഥകളെ ഉണ്ടാക്കാൻ സ്വാധീനിക്കും. അതിന് പക്ഷേ നമ്മളിപ്പോൾ ഈശ്വര വിശ്വാസിയാണ്, ഭയം വരും. നമ്മളിത് വിശ്വാസമുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്താലും അവർ നമ്മളെന്തെങ്കിലും പറഞ്ഞിരുന്നാലും ദൈവം കാണുന്നു, അല്ലെങ്കിൽ മേലിരിക്കുന്ന ഒരാൾ നമ്മൾ കാണുന്നു. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അവർ മനസ്സിലായി സ്വയം തെറ്റിദ്ധരുത്തി പോകുന്നുണ്ട്. അതാണ് ഇത് മുൻകാലങ്ങളിൽ നടന്നിരുന്നതും ഇപ്പം നടക്കാതെ പോകുന്നതും അതാണ്. അപ്പോൾ അതിന് നമ്മൾ അവരവരെ വീടുകളിൽ തന്നെ സമൂഹത്തിൽ തന്നെ ഇന്നത്തെ പേരും ഏത് മതമാണോ അതാത് മതങ്ങളിൽ വിശ്വസിക്കുകയും കൂടുതൽ വിശ്വസിക്കുകയും ആ മതങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് മേലൊരാൾ ചോദിക്കാനുണ്ടെന്നുള്ള വിശ്വാസം ഈശ്വരാധീനത്തിൽ കൂടെ വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജാതകം പോലും തന്നെ സ്ഥാപനത്തിന്, ഒരു സംഘടനയ്ക്ക്, ഒരു പ്രദേശത്തിന്, ഒരു സംസ്ഥാനത്തിന്, അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിന്, ഇതിനെല്ലാം ഒരു ജാതകം ഉണ്ടല്ലോ. അത് എന്ത് അടിസ്ഥാനത്തിലാണ് പ്രവചനം? നമ്മളിപ്പോൾ അന്ന് ഇപ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങി അല്ലെങ്കിൽ ഒരു അമ്പലം വയ്ക്കുന്നു. അപ്പോൾ നമ്മളവിടെ ചിലപ്പോഴത്തേക്ക് നമുക്ക് എന്താ ഒരു ഉദാഹരണം ഞാൻ പറയാം. ശിവക്ഷേത്രത്തിൽ നമ്മൾ ചിലപ്പോഴത്തേക്ക് പല ദിവസങ്ങളിലാണ് ഈ ശിവൻ്റെ നക്ഷത്രം പല നക്ഷത്രം വരുന്നതിന് കാരണം. ഇപ്പം ഏത് നക്ഷത്രത്തിലാണോ ആ പ്രതിഷ്ഠ നടന്നത്, പ്രതിഷ്ഠ എന്ന് ഉദ്ദേശിക്കുന്നത് ജനിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ ജനിപ്പിക്കുന്ന ദിവസം ഏത് നക്ഷത്രത്തിലായിരുന്നോ ആ നക്ഷത്രമാണ് ആ ദേവതയുടെ നക്ഷത്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങി, പുതിയതായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങിയ അന്ന് തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ സമയമെടുത്ത് ഗ്രഹനില ഉണ്ടാക്കി അതിൻ്റെ വരും വരായിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഫലത്തെ എഴുതുന്നത്. ഇപ്പം ഞാൻ ഇന്ത്യയുടെ ജാതകം എഴുതിയിട്ടുണ്ട്. ഞാൻ പണ്ട് ഏഷ്യാനെറ്റിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ജാതകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജനിച്ചത് പൂയ നക്ഷത്രത്തിലാണ്. പൂയ നക്ഷത്രം ഞാൻ 2020 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നശിക്കുമെന്നും ഇന്ത്യ ലോകത്തിൽ ഒന്നാമത്തെ രാജ്യമാകുമെന്നും ഒന്നാമതായിട്ട് വരുമെന്നും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ ജാതകം ഞാൻ എഴുതിയത് കൊണ്ടിട്ടാണ്, ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം വെച്ചിട്ട് അത് ഗണിച്ചത് കൊണ്ടിട്ടാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. പക്ഷേ വലിയ പ്രചാരമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും
എൻ്റെ വാട്സപ്പ് ഞാൻ വായിച്ചവരെല്ലാം അതിപ്പോഴും വിലയിരുത്തുന്നുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ശരിയാണെന്ന് മനസ്സിലാക്കുന്നു. അതാണ് എൻ്റെ പ്രധാനം. അടുത്തെന്താണ് ചോദിക്കുന്നത് ചോദിച്ചോളൂ. അല്ല, ഇപ്പം ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ, ഇപ്പം ഇന്ത്യയുടെ കാര്യം പറഞ്ഞു, അതുപോലെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണോ? ദോഷഫലങ്ങൾ തന്നെയാണ്. നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ അത് ജ്യോതിഷിക്ക് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് ജ്യോതിഷം പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വിളിച്ച് പറയാനൊന്നുമില്ല. ഇപ്പം അവർ വന്ന് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അവരെ കുറിച്ച് പറയാൻ പറ്റൂ. ഇപ്പം സത്യമത എന്നൊരു പദമുണ്ട്. സത്യമായിട്ടുള്ളതെല്ലാം വിളിച്ച് പറയണമെന്നില്ല, പറയുമ്പോൾ സത്യമേ പറയാവൂ എന്നതാണ് അതിനർത്ഥം. അതുകൊണ്ട് ജ്യോതിഷം പഠിച്ചു എന്ന് വിചാരിച്ച് ഞാൻ ജ്യോതിഷിയാണെന്ന് പറഞ്ഞ് വിളിച്ച് പറയുക എന്നുള്ളതല്ല. ഒരാൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ജ്യോതിഷം ഒരിക്കലും ദോഷമായി വന്നിട്ടില്ല എവിടെയും. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ, നല്ലതിന് വേണ്ടി ഉപയോഗിച്ചാൽ ജ്യോതിഷത്തോളം നല്ലൊരു ശാസ്ത്രം വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം വേറെയുള്ള ചിലവില്ലല്ലോ, മറ്റു കാര്യങ്ങളില്ല. പഠിച്ചൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കും. ഇതുമാതിരി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ചോദിക്കുക, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് എത്ര കണ്ട് ശരി തെറ്റ് നിങ്ങൾക്ക് വിലയിരുത്താം, ചോദിക്കാം. ശരിയാണ്. ഇപ്പോൾ പണ്ടൊരു സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എത്ര മനോഹരമായ ആചാരങ്ങൾ. അങ്ങനെ ഒട്ടനവധി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും അല്ലാത്തതുമായ ഒരുപാട് ആചാരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ നോക്കുന്ന ഒരു സംഭവമാണ് രാഹുകാലം. എന്താണ് രാഹുകാലം? രാഹു എന്ന് പറയുന്നത്, രാഹുവും കേതുവും നമ്മൾ എടുക്കുമ്പോൾ, രാഹു എന്ന് പറയുന്നത് ഒരു ഗ്രഹമല്ല. അത് നമ്മൾ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ സയൻസിൽ പറയുന്നുണ്ട്, അത് ഒരു പുകവലയം പോലെ ആവരണം ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. അത് ഭൂമിയുടെ സെൻട്രലിൽ അങ്ങേറ്റവും ഇങ്ങേറ്റം നേർമധ്യം, അതായത് നമ്മളൊരു പമ്പരം കറക്കുന്ന പോലെ ഒരു കമ്പി വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും എടുത്ത് ഒരു സ്ഥലത്ത് കേതും ഒരു സ്ഥലത്ത് രാഹുവാണ്. അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നില്ല ഒരു സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ ഭൂമി സഞ്ചരിക്കുന്ന അനുസരിച്ചിട്ട് ഇത് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി എന്ന് പറയുന്ന ചക്രം. അപ്പോൾ ഈ മാറുന്ന സമയത്ത് ഭൂമിയിൽ കൂടെ സ്വാധീനിക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ അത് ബുധക്ഷേത്രമാണ് അവിടെ കടന്നു വരുന്നത്, ബുധൻ്റെ ഫലമാണ്. അപ്പോൾ ലഗ്നത്തിൻ്റെ നമുക്ക് ഒരു ബിന്ദുണ്ട്, ദിവസം നിൽക്കുന്ന ഭാഗത്ത് സൂര്യനും ഭൂമിയായിട്ടുള്ളൊരു ആകർഷണ വികർഷണ സമയമാണ് ലഗ്നം. ഇപ്പോൾ കുട്ടി ജനിക്കുന്ന സമയമാണ് ലഗ്നം. നമ്മൾ നോക്കുന്ന സമയമാണ് ലഗ്നം. ആ ലഗ്നത്തെ ജീവാംശം കൊണ്ടിട്ടും അടുത്ത നക്ഷത്രത്തെ ചന്ദ്രാംശം കൊണ്ടിട്ടും നമ്മൾ ഫലത്തെ കാണുമ്പോൾ ലഗ്നാലോ ചന്ദ്രാലോ എന്നൊരു ഫലം പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് രാഹു ഒരിക്കലും മോശമെന്ന് ഞാൻ പറയില്ല. അത് പറയുന്നൊരു ഭാഗം എന്താണ്, രാഹുർ ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുഭഫലമാണ് വരുന്നപ്പോൾ രാഹുർ മോശം എന്ന് പറയാൻ പറ്റും. പൊരുത്തം നോക്കുമ്പോൾ ഇവരെല്ലാം എടുക്കുന്നുണ്ട്, രാഹുർ ദോഷമാണ് പാവമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ രാഹുർ പാവം എന്ന് പറയുന്ന 3 സ്ഥാനങ്ങൾ ശുഭഗ്രഹവും വിട്ട് പിന്നെ ദോഷഫലങ്ങളിലേക്ക് വരും മാത്രമേ രാഹുറിൻ്റെ ദോഷമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ലഗ്ന കേന്ദ്രത്തിൽ ബലവാനായി ശിവക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുവിനെയും ഒരിക്കലും നമുക്ക് അപ്പോൾ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്നൊരു പൊരുത്തം നോക്കുമ്പോഴത്തേക്ക് രാഹുവും കേതും ഭയങ്കരമായ പാപിയായിട്ട് നിൽക്കും. അങ്ങനെയല്ല, അത് നിൽക്കുന്ന ക്ഷേത്രങ്ങളെ നോക്കിയിട്ട് അതിൻ്റെ പാവത്വം പറയാവൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു യാത്ര തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു ശുഭകാര്യം തുടങ്ങുന്നതിനോ രാഹുകാലം നോക്കുന്നതിന്, യാത്ര തുടങ്ങുന്നതിനും ബിസിനസ് തുടങ്ങുന്നതിനും മാത്രമേ ഉള്ളൂ രാഹുർ ശത്രു. വിവാഹം, അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിന്, സ്ഥാനം കാണുന്നതിന്, ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങൾക്കെല്ലാം രാഹുർ കൊള്ളാം, എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട് രാഹുർ കൊള്ളാം. രാഹുർ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ മാറും. അത് മാത്രമല്ല, വീടിന് കട്ടള വയ്ക്കണമെങ്കിൽ ഗുളിയോദയ സമയം ഏറ്റവും നല്ലതാണ്. അത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണെങ്കിൽ അത്യുത്തമം. അപ്പോൾ ഗുളിക നിൽക്കുന്ന സമയത്ത് കട്ടള വെച്ചാൽ നിഴലുണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊരു പ്രമാണമുണ്ട്. പക്ഷേ പൊതുവെയുള്ള ധാരണ ഈ രാഹുകാലം പൊതുവിലുള്ള ധാരണ. പക്ഷെ അതല്ല, രാഹുർ അത്ര കണ്ട് മോശക്കാരനല്ല, ഒരു രാജയോഗകാരകനാണ് രാഹുർ. രാഹുർ നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടിട്ട് പൂർണ്ണ കാര്യം അത് നിൽക്കുന്ന അല്ലെങ്കിൽ അത് പ്രതിബിംബം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതാണ്, ആ ഗ്രഹങ്ങളുടെ സ്വഭാവമാണ് രാഹുർ കാണിക്കുന്നത്. രാഹുറിന് സ്വയമേ ഫലം കാണിക്കാൻ ഒരു സ്വഭാവം കാണിക്കാനില്ല. അപ്പം നമുക്ക് രാഹുർ മോശം എന്ന് പറയാൻ പറ്റും, പാവനെന്ന് പറയാൻ പറ്റും. പക്ഷെ നിൽക്കുന്ന രാഹുർ എവിടെ നിൽക്കുന്നുവോ ആ രാഹുർ നിൽക്കുന്ന അധിപനാണ് പാവനാണോ ശുഭനാണോ എന്ന് ആദ്യം നോക്കേണ്ടത്. അങ്ങനെ പറയാവൂ. അല്ലാതെ ലഗ്നം കണ്ടാലോ അല്ലെങ്കിൽ ജാതകം കണ്ടാലോ ഗ്രഹം തന്നെ കണ്ടാൽ രാഹുർ നിൽക്കുന്ന പാവമാണെന്ന് പെട്ടെന്ന് വിളിച്ച് പറയുന്ന ജ്യോതിഷികളാണ് അധികമുള്ളത്. എൻ്റെ അഭിപ്രായം അങ്ങനെ അല്ല. നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയുമ്പോഴും അങ്ങനെ വേണം. താങ്കളുടെ അഭിപ്രായത്തിൽ രാഹുകാലം നോക്കേണ്ട ആവശ്യമില്ലെന്നാണോ? രാഹുകാലം നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തില്ല. നോക്കുന്നവരെ വിശ്വാസം. പക്ഷെ ആ രാഹുർ എല്ലാത്തിനും ദോഷകാരകനല്ല. ഒരു യാത്ര പോകുമ്പോൾ ദോഷം, അതുപോലെ ഒരു ബിസിനസ് തുടങ്ങാനും ദോഷമുണ്ട്. ബിസിനസ് പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആ ദോഷം. യാത്ര നല്ലൊരു വഴിക്ക് പോകുന്നതാണ്, അവിടെയും രാഹുർ വേണ്ട. ബാക്കി വിവാഹം നടത്താം, കുറ്റിയടിക്കാം, സ്ഥാനം കാണാം, എല്ലാത്തിനും രാഹുർ നല്ലതാണ്. എൻ്റെ മകളുടെ കല്യാണം രാഹുർ സമയത്താണ്. അപ്പോൾ ഗുണദോഷ ഫലങ്ങളുള്ളൊരു ഗുണദോഷ ഫലം എന്നല്ല, നല്ല നിൽക്കുന്ന സമയത്ത് രാഹുർ നല്ലതാണ്, നല്ലത് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ദോഷം എന്ന് പറയേണ്ട കാര്യം ഇല്ല.
നമ്മൾ പൊതുവെ കലണ്ടർ എടുത്താൽ കാണുന്നതാണല്ലോ ഗുളികകാലം, യമകണ്ഠകാലം. എന്താണ് ഗുളികകാലം, എന്താണ് ഗുളികകാലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗുളികൻ വെച്ചാൽ നിഴലെന്നും പറയാം. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ജ്യോതിഷം ഒരുപാട് പറഞ്ഞാൽ മാത്രമേ അതേക്കുറിച്ച് ഇന്നതാണ് എന്ന് പറഞ്ഞു തരാൻ പറ്റൂ. ചുരുക്കത്തിൽ പറയുന്ന ഒരു നിഴലാണ്. ഇപ്പോൾ ഗുളികൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ശനിയുടെ നിഴലായിട്ട് വരും, അതിൻ്റെ തൊക്കായിട്ടും പറയാറുണ്ട് ഗുളികൻ, മനസ്സിലായില്ലേ? അപ്പോൾ ശനിക്ക് മാത്രം ഗുളികൻ എന്ന് പറയുമ്പോൾ നിഴലല്ല, ഒരു മറ. അപ്പോൾ ആ മറ ഇല്ലാതിരിക്കണം എന്നാണ് പ്രധാനം. പക്ഷേ കട്ടള വയ്ക്കുന്നതിന്, വീട് പുതിയതായിട്ട് കട്ടള വയ്ക്കുന്നതിന് ആ ഗുളികകാലം നല്ലതാണ്. ഒരു നിഴല് മാറിക്കിട്ടും. പൊതുവെ ചിലപ്പോൾ സാധാരണ ചില സംഭാഷണങ്ങൾക്ക് പറയാറില്ലേ, നാവിൽ ഗുളികൻ നിൽക്കുന്നു. അതെ അതെ. അപ്പോൾ അത് ജന്മം കൊണ്ട് കിട്ടുന്നതാണ്, എല്ലാവർക്കും അല്ല. ചില സമയം അതവർക്ക് അറിയില്ലല്ലോ. ഗുളികൻ നിൽക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഫലിക്കുന്നില്ല. പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുമ്പോൾ ചിലപ്പോഴും നിന്നു, നാവിൽ ഗുളികൻ നിന്നു, അതുകൊണ്ട് സംഭവിക്കാം, പറയുന്നത് ഫലിക്കാം, അതുകൊണ്ട് പറയില്ലേ എന്ന് പറയും. അതൊരു മുൻകരുതലാണ്, ഒരു തിരുത്തലാണ്, ഒരു ശ്രദ്ധിപ്പിക്കാനുള്ളൊരു വഴിയാണ്. അല്ലാതെ ഗുളിക നിൽക്കുമ്പോഴെല്ലാം പറഞ്ഞ് ഫലം വരണമെന്നൊന്നുമില്ല. യമകണ്ഠകാലം, യമകണ്ഠന് ഇതുപോലുള്ള ദോഷങ്ങളാണ്. അത് ഒരുപാട് നമുക്ക് മാത്രമേ ഗുളികൻ്റെ കൂടെ നോക്കാറുള്ളൂ. യമകണ്ഠകാലം ഒക്കെ ഉണ്ട്, പക്ഷേ രാത്രിയും പകലും ഉണ്ട്. ഈ രാഹുലും രാത്രിയും പകലും ഉണ്ടല്ലോ. പക്ഷെ രാത്രി ആരും ശ്രദ്ധിക്കാറില്ല. 6 മണിക്കൂർ പകലെപ്പോഴാണോ ഇത് വരുന്നത്, രാത്രി എപ്പോഴായിരിക്കും വരുന്നത്. പക്ഷെ അത് ആരും പൊതുവെ ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല. രാവിലെ പകൽ ചെയ്യുമ്പോൾ മാത്രമേ നോക്കാറുള്ളൂ. ഒരു കാലത്ത് ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിൽ തന്നെ പല വിവാഹങ്ങളും രാത്രി മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് ക്രമേണ നിൽക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരുന്നു? പലർക്കും പല സാഹചര്യങ്ങളായിരുന്നു. കാര്യം രാത്രിയിൽ ഉണ്ടാകുന്ന രീതി, ആൾക്കാർ വരുന്ന രീതി, കാര്യങ്ങൾ അത് ചെയ്യാനുള്ള സൗകര്യം. പിന്നെ ഇസ്ലാം മതത്തിൽ കൂടുതൽ രാത്രിയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. ഹിന്ദുക്കളുടെ അപ്പോൾ കുറച്ച് ഹിന്ദു വിവാഹങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ ചെയ്യുമെന്ന് അർത്ഥമില്ലായിരുന്നു. സാഹചര്യങ്ങളും സൗകര്യങ്ങളുമായിരുന്നു അവർ രാഹുവിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച ഭാഗത്തെ കൊണ്ട് ചെയ്യാറുള്ളത്. അത് എന്തായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് 40 വയസ്സിന് മുമ്പ്, വർഷത്തിന് മുമ്പ് പോകണം. അതിനെക്കുറിച്ച് അന്നത്തെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. അത് ഇന്ന് എനിക്ക് അങ്ങനെ പറയാം, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല. സിറ്റുവേഷൻ, നമ്മുടെ ആ ജനനം, രീതി, വിവാഹം, അന്നത്തെ സാഹചര്യങ്ങളായിരുന്നു അതിന് കാരണമെന്ന് ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ. അതാണ് എൻ്റെ സംഭവം. ഇന്ന് പിന്നെ എനിക്ക് അന്ന് അങ്ങനെയായിരുന്നു, പിന്നെ ഇന്ന് എന്തുകൊണ്ടായിക്കൂടാ. അപ്പൊ പിന്നെ അന്നത്തെ സാഹചര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റും. ഇത്ര സൗകര്യങ്ങളും 40 വർഷത്തിന് മുമ്പ് ഇല്ലായിരുന്നു. അപ്പൊ അന്നത്തെ സൗകര്യം അതായിരുന്നു. അതുകൊണ്ടിട്ടാണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. ഈ പൊതുവേ ഇപ്പം കേരളത്തിലൊന്നും അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ വിവാഹശേഷം ദമ്പതികൾ ആദ്യമായി കാണുന്നതിനൊരു ശാന്തി മുഹൂർത്തം എന്നൊരു ഇതുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്? വിവാഹ മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടാണ്. അതെ, വിവാഹത്തിന് ശേഷം ശാന്തി മുഹൂർത്തം കുറിക്കുന്ന ഇപ്പോഴും കേരളത്തിൽ നല്ല ഉണ്ട്. അത് മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളും കേരളത്തിലും ഉള്ളവരുണ്ട്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അങ്ങനെ മുഹൂർത്തം കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിലും നിലനിൽപ്പുണ്ടെങ്കിൽ തന്നെ അതൊരു സാധാരണ ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട്. ഇപ്പൊ കുട്ടി, പിന്നെ ഒരു ആദ്യമായിട്ടൊരു കുട്ടി, പെൺകുട്ടി പിന്നെ ഡേറ്റായി വരുന്ന, അല്ലെങ്കിൽ വലുതായി പ്രായമായി വരുന്ന, അല്ലെങ്കിൽ വലുതായി അറിയുന്ന സമയം അത് ഒരു ജാതകം എഴുതാറുണ്ട്. തമിഴ്നാട്ടിൽ പൂർണ്ണമായിട്ടും അങ്ങനെ ജാതകം എഴുതും. ആ പെൺകുട്ടികളുടെ ജാതകം നോക്കുമ്പോൾ ആ കുട്ടി എന്ന് പ്രായമായോ അന്നത്തെ ജാതകമാണ് വിവാഹപ്പെടുത്തുന്നതിന് വേണ്ടി നോക്കുന്നത്. അതൊരു പുതിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ടുള്ളൂ, അവിടുത്തെ രീതികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടിട്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് നല്ലതാ. കുട്ടി എന്ന് പ്രായത്തിൽ വിവാഹത്തിന് യോഗ്യയായോ, അതാണ് എൻ്റെ കാരണം. വിവാഹത്തിന് യോഗ്യയായതോ അന്നത്തെ ജാതകം, അന്നത്തെ സമയമാണ് വിവാഹത്തിന് വേണ്ടി എടുക്കുന്ന ജാതകത്തിൽ പെടുത്തുന്നത്. അത് പ്രധാനമാണ്. വളരെ നല്ല ജാതകവും തുടക്കത്തിലുള്ള ജാതകവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഭാഗ്യമാണ് പിന്നെ പെൺകുട്ടികളുള്ളത്. അങ്ങനെ രണ്ടാം ഭാഗ്യ ജാതകം അതാണ്. ആ രണ്ടാം ജാതകമാണ് വിവാഹമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത്. പലരും ആ ദിവസം ഒന്നും ഓർമ്മിച്ച് വയ്ക്കാതെ പോലും ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാവും. പക്ഷെ തമിഴ്നാട്ടിലെ മിക്കവാറും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ദിവസം കുറിച്ച് അന്നത്തെ ജാതകം എഴുതി അതിന്റെ ഫലം കണ്ട് ആ ഫലത്തെ കൊണ്ട് പയ്യനെ നോക്കിയാണ് വിവാഹം. അതാണ് പ്രധാനമായ ഭാഗ്യം. അതാണ് പെൺകുട്ടികൾ. നമ്മുടെ നാട്ടിൽ ജനിക്കുമ്പോൾ രണ്ടുപേരും ജനിക്കുന്ന സമയം എഴുതി, ഗ്രഹനില എഴുതി ജാതകങ്ങൾ കറക്റ്റ് ചെയ്ത് വരും. അത്തരം മുഹൂർത്തങ്ങൾക്കെല്ലാം ഒരു എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ചെയ്തത്. നമ്മൾ എന്ത് കിട്ടുന്നു, ലാഭം കിട്ടിയാലും നഷ്ടം കിട്ടിയിരുന്നാലും അത് ഗുണമെന്ന് തോന്നുന്നതിൻ്റെ റിപ്പീറ്റ് ചെയ്യുള്ളൂ, വീണ്ടും ആവർത്തിക്കും ജീവിതത്തിൽ എന്തും. അപ്പം അത് ഗുണമുള്ളതുകൊണ്ടാണല്ലോ അത് ആവർത്തിക്കുന്നത്. എന്നും അത് വെച്ചു തുടർന്ന് അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് പൊതുവെയുള്ള ഒരു ധാരണയാണ് ചൊവ്വയും വെള്ളിയും നല്ല ദിവസങ്ങളല്ല, ശുഭകരമായ കാര്യങ്ങൾക്ക് എടുക്കാറില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പൊതുവേ അങ്ങനെ ഒരു ധാരണ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പൊതുവേ ഉണ്ടെന്നില്ല, സാധാരണക്കാരിൽ അറിയാത്ത ചില ആൾക്കാരിൽ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം സ്വർണ്ണക്കടകൾ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച അടച്ചിടാൻ പറ്റുമോ? ഇല്ല.
ഒരു ബിസിനസ് ചെയ്യുന്നവന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ചൊവ്വയും വെള്ളി നോക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എല്ലാവർക്കും ഫലം ഒന്നല്ലേ? അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് എന്താ പറയാ, ഇങ്ങനെ ഒരു ധാരണ തരും. പക്ഷേ ധാരണ, ആ ധാരണ ഉള്ളവർ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്, അത് അവർ നിലനിർത്തട്ടെ. ധാരണ ഇല്ലാത്തവർ തുടരട്ടെ, അതല്ലേ പറയാൻ പറ്റും. ഇപ്പം ഇതുപോലെ തന്നെയാണ് സാധാരണ നമ്മൾ തലമുടി വെട്ടുന്നത്. ചൊവ്വാഴ്ച പാടില്ല എന്നിവിടെ പറയും. ചൊവ്വാഴ്ചകളിലൊക്കെ മുമ്പൊക്കെ ചൊവ്വാഴ്ച പാടില്ലാത്തതുകൊണ്ടല്ല കട തുറക്കാത്തത്, അത് അവർക്ക് ഒരു ദിവസത്തെ അവധി. ഞായറാഴ്ച ശനിയാഴ്ച എടുത്തു കഴിഞ്ഞാൽ അന്നാണ് ഉദ്യോഗസ്ഥർക്കല്ല അവധിയുള്ളത്. അന്ന് മുടി വെട്ടാൻ പോകും, അന്നല്ലേ പറ്റൂ. അപ്പം ശനിയാഴ്ച ഞായറാഴ്ച അവർ ലീവ് എടുത്തിട്ട് അല്ല തുറന്നിട്ട് ചൊവ്വാഴ്ച ലീവ് എടുക്കും. അതുകൊണ്ട് ആൾക്കാർ ധരിക്കുന്ന ചൊവ്വാഴ്ച മുടി വെട്ടാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അല്ല, ഇതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ചൊവ്വാഴ്ച എന്ന് പറയുന്ന പോലെ തമിഴ്നാട്ടിൽ വേറെ ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ ദിവസങ്ങൾ അവധിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ 7 ദിവസം ജോലി ചെയ്യുന്ന 6 ദിവസം ജോലി ചെയ്തിട്ട് ഒരു ദിവസം അവധി എടുക്കാൻ, ഞായറാഴ്ച അവർക്ക് അവധി എടുക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു ദിവസം എടുക്കുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച ഇതിനൊരു അടിസ്ഥാനമില്ല, ഇതിനൊരു അടിസ്ഥാനമില്ല, ഒരിക്കലുമില്ല. എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഇതുപോലെ പല ആചാരങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞത് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇന്ന സമയത്ത് നഖം വെട്ടാൻ പാടില്ല, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു കാര്യങ്ങൾ, അതിന് മറ്റു കാര്യം കാണും. അതിന് മറ്റു കാര്യം ശാസ്ത്രീയമായി കാണും. ശാസ്ത്രീയമായ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം മുടി വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭാവം ചന്താ മതി, വെട്ടിക്കൂടാതൊന്നുമില്ല. മുടി ഒരു പ്രാവശ്യം വെട്ടാൻ പറ്റുമെങ്കിൽ എന്നും വെട്ടാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. മുടി വെട്ടാനുള്ളതല്ലേ, അപ്പോൾ അത് എന്നും വെട്ടാൻ പോകും. അതുമായിട്ട് നമ്മൾ വേറെ അച്ഛന്യമായ ധാരണകളൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ്. ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ ചെയ്യാത്തതായിട്ടുള്ളത് ഞാൻ പറയാതെ വേണ്ടെന്ന് പറയും. കാര്യം ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടിട്ടല്ല. അല്ല, എന്തായാലും ആചാരങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല, കാരണം ആ ചോദ്യങ്ങൾ അവസാനിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ടാവും. ഇന്നത്തെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വിശദമായ മറുപടി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.